ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു എജ്യൂപോർട്ട് ഇംഗ്ലീഷ് ക്ലാസ്. ഞാൻ നിങ്ങളുടെ സ്വന്തം വർണ്ണ താമസ് ആണ്. ഇന്ന് നമ്മളൊരു ഗെയിം കളിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. ഭയങ്കര രസമുള്ള ഒരു ഗെയിമാണ്. ക്വിസ് ഒന്നും കണ്ട് ആരും പേടിച്ചോടി പോകണ്ട. ഈസി ആയിട്ട് എല്ലാവർക്കും കളിക്കാൻ വേണ്ടി കഴിയുന്ന ഭയങ്കര ഫൺ ആയിട്ടുള്ള ഒരു ക്വിസ് ആണ് കേട്ടോ, ഒരു ഗെയിമാണ് കേട്ടോ. അപ്പൊ എന്റെ മക്കൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. മിസ് ഓരോരോ ക്വസ്റ്റ്യൻസ് കാണിച്ചു തരും. ഓക്കെ, ആ ക്വസ്റ്റ്യൻസ് കാണിച്ചു തരുന്ന സമയത്ത് അതിന്റെ കറക്റ്റ് ആൻസർ എന്താണെന്നുള്ളത് നിങ്ങളൊന്ന് എഴുതി വെക്കുക, അല്ലെങ്കിൽ ഒന്ന് ടൈപ്പ് ചെയ്ത് വെക്കുക. ഓക്കെ, എന്നതിന് ശേഷം മിസ് നിങ്ങൾക്ക് കുറച്ച് ടൈം തരും. ആ ടൈമിൽ നിങ്ങൾ ആ ആൻസർ ഒന്ന് എഴുതി വെക്കുക, അല്ലെങ്കിൽ ആ ഓപ്ഷൻ ഒന്ന് നോട്ട് ചെയ്താലും മതി. ABCD ഓപ്ഷൻസ് ഉണ്ടാവും, അതിൽ ഏതെങ്കിലും ഒരു ഓപ്ഷൻ നിങ്ങളൊന്ന് അവിടെ നോട്ട് ചെയ്ത് വെക്കുക. ആൻഡ് ഫൈനലി മിസ് ആൻസർ പറയുന്ന സമയത്ത് ഇൻ കേസ് നിങ്ങൾക്ക് കിട്ടിയ ആൻസർ കറക്റ്റ് ആണെങ്കിൽ അവിടെ നിന്ന് ടിക്ക് ഇട്ട് വെക്കുക കേട്ടോ. യെസ്, അപ്പൊ ഇത്രയും നിങ്ങൾ ചെയ്യേണ്ടത് ആവശ്യമുള്ളൂ. ആൻഡ് ഫൈനലി മിസ് ചോദിക്കും നിങ്ങൾക്ക് എത്ര മാർക്സ് ആണ് കിട്ടിയത്, ഇത്രയും ക്വസ്റ്റ്യൻസിൽ നിങ്ങൾക്ക് എത്ര മാർക്സ് കിട്ടിയെന്ന് ചോദിക്കുമ്പോൾ അതൊന്നും നിങ്ങൾ താഴെ കമന്റ് ചെയ്യും കൂടെ ചെയ്യുക. ആൻഡ് ഈ ഒരു ഗെയിം ഇഷ്ടപ്പെട്ടു എന്നാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ കൂടെ ചാലഞ്ച് ആയിട്ട് കളിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക കേട്ടോ. മക്കളെ, നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ലൈക്കും ചെയ്യണം കേട്ടോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നമ്മളെ വീഡിയോയിലേക്ക് പോവാം അല്ലേ. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, ഭയങ്കര ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ് അല്ലേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഇസ് ദ പ്ലൂറൽ ഫോം ഓഫ് ചൈൽഡ്? ചൈൽഡിന്റെ പ്ലൂറൽ ഫോം എന്താണെന്നുള്ളതാണ്. ചൈൽഡ്സ് ആണോ, ചൈൽഡ്സ് ആണോ, ചിൽഡ്രൻ ആണോ, ചിൽഡ്രൻസ് ആണോ? കറക്റ്റ് ആൻസർ പെട്ടെന്നൊന്ന് നിങ്ങൾ കമന്റ് ചെയ്യുക, അല്ലെങ്കിൽ എഴുതി വെക്കുക എന്താണ് കറക്റ്റ് ആൻസർ എന്നുള്ളത് കേട്ടോ. നിങ്ങൾ എഴുതി വെച്ചോളൂ, എഴുതി വെച്ചതിന് ശേഷം കമന്റ് ചെയ്തോളൂ. ഓക്കെ, 10 സെക്കൻഡ്സ് ആണ്. 10, 9, 8, 7, 6, 5, 4, 3, 2, 1. അപ്പം ഏതാണ് കറക്റ്റ് ആൻസർ? എല്ലാവരും ഒന്ന് പറഞ്ഞേ കറക്റ്റ് ആൻസർ ഏതാണെന്നുള്ളത്. യെസ്, നമുക്ക് നോക്കാം. നമ്മുടെ കറക്റ്റ് ആൻസർ ഇതാണ്, ചിൽഡ്രൻ ആണ്. ഓക്കെ, ചിൽഡ്രൻ ആണ് കറക്റ്റ് ആൻസർ. സോ നിങ്ങൾക്ക് ചിൽഡ്രൻ എന്നുള്ള ആൻസർ ആണ് നിങ്ങൾ മാർക്ക് ചെയ്തതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ്, നിങ്ങൾക്ക് ഒരു പോയിന്റ് കിട്ടുന്നതാണ് കേട്ടോ. ഓക്കെ, സോ അതായിരുന്നു നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇനി നമുക്ക് നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. സോ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇതാണ്, വിച്ച് വേർഡ് മീൻസ് ദ ഓപ്പോസിറ്റ് ഓഫ് ഹോട്ട്? ഹോട്ടിന്റെ ഓപ്പോസിറ്റ് മീനിങ് വരുന്ന വേർഡ് ഏതാണെന്നുള്ളതാണ് കേട്ടോ. ഹോട്ടിന്റെ ഓപ്പോസിറ്റ് ശ്രദ്ധിക്കണം, ഓപ്പോസിറ്റ് ആണ് കേട്ടോ. ഹോട്ടിന്റെ ഓപ്പോസിറ്റ് വരുന്ന വേർഡ് ഏതാണെന്നുള്ളതാണ്. വാം, കോൾഡ്, കൂൾ, ഫയർ. ഏതായിരിക്കും? ഒന്ന് ആലോചിച്ച് നോക്കിയേ. 10, 9, 8, 7, 6, 5, 4, 3, 2, 1. ഏതാണ് കറക്റ്റ് ആൻസർ? യെസ്, കുറെ പേർക്ക് അത് ശരിയായിട്ട് കിട്ടിയെന്ന് മിസ് വിചാരിക്കുകയാണ്. ഏതാണെടാ, ഏതാണ്, ഏതാ? യെസ്, കോൾഡ് ആണ് കറക്റ്റ് ആൻസർ വരിക കേട്ടോ. കോൾഡ് ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഈസി അല്ലേ, എല്ലാവർക്കും കിട്ടിക്കാണല്ലോ അല്ലെ, എല്ലാവർക്കും കിട്ടിക്കാണല്ലോ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, തേർഡ് ക്വസ്റ്റ്യൻ. നമ്മുടെ തേർഡ് ക്വസ്റ്റ്യൻ എന്താണ്? പിക്ക് ദ കറക്റ്റ് സ്പെല്ലിംഗ്. സ്പെല്ലിംഗ് കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. യെസ്, പിക്ക് ദ കറക്റ്റ് സ്പെല്ലിംഗ്. ഇതും കുറെ പേർക്ക് തെറ്റാൻ ചാൻസ് ഉള്ളൊരു ഒരു ക്വസ്റ്റ്യൻ ആണെന്ന് മിസ് വിചാരിക്കാൻ കേട്ടോ. ബ്യൂട്ടിഫുളിന്റെ സ്പെല്ലിംഗ് ആണ് BEAUTIFULL, BEAUTIFAL, BEAUTIFUL, BEAUTEEFUL. ഏതാ കറക്റ്റ് ആൻസർ? 10, 9, 8, 7, 6, 5, 4, 3, 2, 1. ഏതാ കറക്റ്റ് ആൻസർ? ഏതാണ്? വേഗം പറഞ്ഞ ഏതാണുള്ളത്. യെസ്, BEAUTIFUL ആണ് കേട്ടോ. 2 L ബ്യൂട്ടിഫുളിനില്ല, ഒറ്റ L മാത്രമേ ഉള്ളൂ. അത് ചിലർക്ക് എപ്പോഴും മാറിപ്പോകുന്ന ഒരു കാര്യമാണ്. BEAUTIFUL ആണ് ബ്യൂട്ടിഫുൾ, 2 Lന്റെ ആവശ്യമില്ല കേട്ടോ. യെസ്, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ. വാട്ട് ഇസ് ദ പാസ്റ്റ് ടെൻസ് ഓഫ് സീ? അല്ലെ, സീന്റെ പാസ്റ്റ് ടെൻസ് എന്താണ്? വാട്ട് ഇസ് ദ പാസ്റ്റ് ടെൻസ് ഓഫ് സീ? അല്ലെ, സീന്റെ പാസ്റ്റ് ടെൻസ് സീഡ് ആണോ, സോ ആണോ, സീൻ ആണോ, സീയിങ് ആണോ? ഏതാണ് പാസ്റ്റ് ടെൻസ് വരുന്നത്? സീന്റെ പാസ്റ്റ് ടെൻസ് ഏതാ വരുന്നത്? വേഗം ഒന്ന് പറഞ്ഞേ, ഏതാണ്? 10, 9, 8, 7, 6, 5, 4, 3, 2, 1. ഏതാണ് കറക്റ്റ് ആൻസർ? ഏതാ മക്കളെ, വേഗം പറഞ്ഞേ. യെസ്, സോ ആണ് അല്ലേ. സീന്റെ എന്താണ്? യെസ്, പാസ്റ്റ് ടെൻസ് അല്ലേ. സീന്റെ പാസ്റ്റ് ടെൻസ് എന്താണ്? സോ എന്നാണ് കേട്ടോ. യെസ്, അപ്പം നമ്മുടെ നാലാമത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു അത്. ആൻഡ് നെക്സ്റ്റ് വൺ ഇതാണ്, fill in the blank. My brother dash playing football now. Okay, my brother dash playing football now. എൻ്റെ ബ്രദർ
ഇപ്പോൾ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ്. അപ്പൊ ഇവിടെ നിങ്ങൾ ഓർക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. മിസ് അതിന്റെ ആൻസർ പറഞ്ഞുതരാം കേട്ടോ. അപ്പൊ നിങ്ങൾ ഗസ് ചെയ്യുക, ഏതായിരിക്കും? ആണോ, വാസ് ആണോ, ആം ആണോ, ഇസ് ആണോ കറക്റ്റ് ആൻസർ വരിക? വേഗം നിങ്ങൾ എഴുതിയേ. 10, 9, 8, 7, 6, 5, 4, 3, 2, 1. കറക്റ്റ് ആൻസർ ഏതാ വരിക? ഒന്ന് നോക്കിയാലോ അല്ലേ? നമ്മുടെ കറക്റ്റ് ആൻസർ എന്താ പറയാ? യെസ്, മൈ ബ്രദർ is playing football now. എന്തുകൊണ്ടാണ് അവിടെ ഇസ് വരാൻ കാരണം? നൗ എന്ന് ഓൾറെഡി പറയുന്നുണ്ട് അല്ലേ? നൗ എന്താണ് മക്കളെ? എന്താ നൗ എന്ന് പറഞ്ഞാല്? നൗ പ്രസന്റ് ടെൻസ് ആണ് അല്ലേ? നൗ എന്ന് പറഞ്ഞാൽ പ്രസന്റ് ടെൻസ് ആണ്, നമുക്ക് അറിയാലോ. സോ പ്രസന്റ് ടെൻസിലാണ് ഈ നൗ വരുന്നത്. പ്രസന്റ് ടെൻസ് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെയാ യൂസ് ചെയ്യുക? ഇസ്, ആം, അതുപോലെ ആർ അല്ലേ? ഇസ്, ആം, ആർ എന്ന് പറയുന്ന 3 കാര്യങ്ങളാണ് നമ്മൾ പ്രസന്റ് ടെൻസിന് വേണ്ടി യൂസ് ചെയ്യുക. ഇതിനകത്ത് ഇസ് നമ്മൾ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ പോട്ടെ, ആർ നമ്മൾ എവിടെയാ യൂസ് ചെയ്യുക? പ്ലൂറൽ ഫോംസിന്റെ കൂടെയാണ് കേട്ടോ. ആർ നമ്മൾ എവിടെയാ യൂസ് ചെയ്യുക? പ്ലൂറൽ ഫോംസിന്റെ കൂടെയാണ്. ഇപ്പൊ ബ്രദറിന്റെ കൂടെ ബ്രദറിന്റെ ഫ്രണ്ടും കൂടെ, ബ്രദറും അല്ലെങ്കിൽ അവനും കൂടെ ഒരുമിച്ച് കളിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഐ ആൻഡ് മൈ ബ്രദർ ആർ പ്ലേയിങ് ഫുട്ബോൾ നൗ എന്ന് പറയാം അല്ലെ? ഐ ആൻഡ് മൈ ബ്രദർ ആർ പ്ലേയിങ് ഫുട്ബോൾ നൗ. അല്ലെങ്കിൽ my brother and his friends are playing football now. അതായത് പ്ലൂറൽ ആണെങ്കിലാണ് നമ്മളവിടെ ആർ യൂസ് ചെയ്യുക കേട്ടോ. ഇനി ഈ പറയുന്ന ഞാൻ, അതായത് വർണ്ണിത അല്ലെ, മിസ്സിന്റെ പേര് വർണ്ണിതാണ്, മിസ്സാണ് ഫുട്ബോൾ കളിക്കുന്നത് വിചാരിക്കുക. അപ്പൊ എന്താ പറയാ? ഐ ആം പ്ലേയിങ് ഫുട്ബോൾ നൗ അല്ലെ? അപ്പം ഇത് എന്തിനാണ്? ഇത് നമ്മൾ ഐനാണ് യൂസ് ചെയ്യുക. പ്രസന്റ് ടെൻസിൽ ഐ വരുമ്പോഴാണ് നമ്മൾ ആം യൂസ് ചെയ്യുക അല്ലെ? ഐന്റെ കൂടെയാണ് ആരെ യൂസ് ചെയ്യുക? ആം യൂസ് ചെയ്യുക. ആറിനെയോ നമ്മൾ പ്ലൂറലിന്റെ കൂടെയാണ് യൂസ് ചെയ്യുക അല്ലെ? ഇനി ഇതാ നമ്മൾ പറഞ്ഞല്ലോ, ഒരാള് ഒരൊറ്റ സിംഗുലർ ആയിട്ടുള്ള, അതായത് കണ്ടോ, സിംഗുലർ ആയിട്ടുള്ള നൗൺ ആണെങ്കിലാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക? ഇസ് യൂസ് ചെയ്യുക. ഇവിടെ ഇപ്പൊ ബ്രദർ അല്ലെ? ബ്രദർ മാത്രമാണ് കളിക്കുന്നത്, അതുകൊണ്ടാണ് നമ്മൾ അവിടെ ആരെ യൂസ് ചെയ്തിട്ടുള്ളത്? മൈ ബ്രദർ ഇസ് പ്ലേയിങ് ഫുട്ബോൾ നൗ എന്ന് പറയുന്നത് കേട്ടോ. ഇനി വാസ് എപ്പോഴാണ് യൂസ് ചെയ്യുക? അത് പാസ്റ്റ് ടെൻസിലാണ് വാസ് യൂസ് ചെയ്യുക. പക്ഷെ ഇവിടെ നൗ, ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് ഓൾറെഡി പറഞ്ഞല്ലോ, അതുകൊണ്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യില്ല? വാസിനെ യൂസ് ചെയ്യില്ല. പകരം വാസ് അല്ലെ? നൗ എന്ന് പറയുമ്പോൾ അത് പ്രസന്റ് ആണ്, അതുകൊണ്ടാണ് നമ്മളവിടെ സിംഗുലർ ആയിട്ടുള്ള, ഇവൻ ഒറ്റയ്ക്കാണല്ലോ കളിക്കുന്നത്, അപ്പൊ സിംഗുലർ ആയിട്ടുള്ള ഇസിനെ നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പൊ അതിന്റെ ആൻസർ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ശരിയാക്കിയിട്ടുണ്ടാവും മിസ് വിചാരിക്കാൻ കേട്ടോ. സോ ഇത് നമ്മുടെ എത്രാമത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു? 5ാമത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. ഇനി അടുത്തത് 6ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ആൻഡ് ഇതാണ് നിങ്ങളുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ കേട്ടോ. ഫൈൻഡ് ദ സിനോണിം ഓഫ് ബിഗ്. ഫൈൻഡ് ദ സിനോണിം ഓഫ് ബിഗ്. ഓക്കെ, സിനോണിം എന്താ? സിനോണിം എന്ന് പറഞ്ഞാൽ എന്താണ്? സിമിലർ മീനിങ് എന്നുള്ളതാണ് കേട്ടോ. സിമിലർ മീനിങ്ങിനെയാണ് നമ്മൾ സിനോണിം എന്ന് പറയാ. എന്താണ് സിനോണിം? എന്താ സിനോണിം എന്ന് പറഞ്ഞാല്? അതായത് ഒരേ അർത്ഥം വരുന്നത്. സോ ബിഗിന്റെ അതേ അർത്ഥം വരുന്ന വേർഡ് ഏതാണ്? ടൈനി, ഹ്യൂജ്, സ്മോൾ, തിൻ. ഏതായിരിക്കും കറക്റ്റ് ആൻസർ വരിക? 10, 9, 8, 7, 6, 5, 4, 3, 2, 1. കറക്റ്റ് ആൻസർ ഏതാണ്? ഏതാ വരും മക്കളെ? ഒന്ന് പറഞ്ഞേ. യെസ്, ഹ്യൂജ് ആണ് കേട്ടോ. ബിഗ് എന്ന് പറഞ്ഞാല് ഹ്യൂജ് ആണ് അല്ലെ? ബിഗിന്റെ സിനോണിം ആണ് ഹ്യൂജ്. ബിഗിന്റെ അതേ അർത്ഥം വരുന്നതാണ് എന്ത്? ഹ്യൂജ് അല്ലെ? ബിഗിന്റെ ഈ സിനോണിമിന് പകരം നമ്മൾ പറഞ്ഞ വേറൊരു വേർഡ് ഉണ്ട്. എന്താണ്? ആന്റണിം. എന്താണ്? ആന്റണിം. ഈ ആന്റണിം എന്ന് പറഞ്ഞാല് ഓപ്പോസിറ്റ് വേർഡ് ആണ് കേട്ടോ. ആന്റണിം എന്ന് പറഞ്ഞാല് ഓപ്പോസിറ്റ് വേർഡ് ആണ്. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ഹോട്ടിന്റെ ഓപ്പോസിറ്റ് വേർഡ് ആണ് കോൾഡ് അല്ലെ? അപ്പൊ ഹോട്ടിന്റെ ആന്റണിം ആണ് എന്ത്? കോൾഡ് എന്ന് പറയുന്നത്. സിനോണിം എന്ന് പറഞ്ഞാൽ എന്താണ്? സെയിം മീനിങ് വരുന്നതാണ് കേട്ടോ. ഇനി നിങ്ങൾ എന്ത് ചെയ്യാ? ഒന്ന് കമന്റ് ചെയ്യാ. ഓക്കെ, നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്യാ, നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്ര മാർക്സ് ആണ്, അല്ലെങ്കിൽ ഈ കറക്റ്റ് ആൻസേഴ്സ് നിങ്ങൾക്ക് കിട്ടിയെന്നാണെങ്കിൽ അതൊന്ന് നിങ്ങൾ താഴെ ഉറപ്പായിട്ടും കമന്റ് ചെയ്യണം. അതേപോലെ തന്നെ മക്കളെ, നമ്മുടെ എഡ്യൂപോർട്ടിന്റെ പ്രീ ബൂസ്റ്റർ ബാച്ച് ഇപ്പൊ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഒക്ടോബർ 20th വരെയാണ് നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി കഴിയുന്നത്. അതുവരെയല്ല, ഫസ്റ്റ് ബാച്ച്, നമ്മുടെ ആദ്യത്തെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒക്ടോബർ 20th നമ്മുടെ പ്രീ ബൂസ്റ്റർ ബാച്ച് കേട്ടോ. 1799 ആണ് നിങ്ങൾക്ക് ഈ ഒരു ഓഫർ സ്റ്റാർട്ട് ചെയ്യുന്നത്. 1799 ആണ്. യെസ്, അങ്ങനെ ഈ ഒരു ബാച്ച് ഒക്ടോബർ 20th സ്റ്റാർട്ട് ചെയ്യുന്നു. ആൻഡ് ഈ ഒരു ഓഫർ ശരിക്കും 2999 നമ്മുടെ ബാച്ച് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി പോകുന്നത്
1799 ആണ് കേട്ടോ. 1799 ആണ്. ഈ ഒരു ഓഫർ നമുക്ക് ഒക്ടോബർ 23 വരെയാണുള്ളത്. നിങ്ങൾ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക നമ്മുടെ ആപ്പിൽ. നമ്മുടെ ആപ്പിൽ എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് സൂപ്പർ ആയിട്ട്, എല്ലാ സബ്ജക്ട്സും എല്ലാ ക്ലാസ്സും നിങ്ങൾക്ക് സൂപ്പർ ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഓക്കെ, അപ്പം വേഗം തന്നെ എന്ത് ചെയ്യുക, നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യുക, പ്രീ ബൂസ്റ്റർ ബാച്ചിൽ ജോയിൻ ചെയ്യുക കേട്ടോ. അപ്പം ഇനിയും ഇതേപോലെയുള്ള നല്ല ഫൺ ക്വിസുകൾ നിങ്ങൾക്ക് വേണം എന്നാണെങ്കിൽ മിസ്സിനടുത്ത് ക്വിസ് വേണം എന്ന് കമന്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി ഇതേപോലെ തന്നെ വേറൊരു വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ഇറ്റ്സ് മീ വർണിത സൈനിങ് ഓഫ്. ബൈ.